ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നത് ഒരു പുറം പച്ചക്കറി എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ കറി കൊണ്ട് ഈ പച്ചക്കറി കൊണ്ടാണ് നമ്മൾ ഇന്നൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. കുറെ പച്ചക്കറി ഉണ്ട്. കറിയല്ല, ഒരു കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂട്ടാന്റെ പേരെന്ന് പറഞ്ഞാൽ അവിയലാണ്. അവിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. സദ്യക്കൊക്കെ പോയാലും എല്ലാവരും അവിയലാണ് ഏറ്റവും കൂടുതൽ തിന്നുന്നത്. എല്ലാവരും അവിയൽ കൊടുക്കുകയും ചെയ്യും. സദ്യക്ക് വിളമ്പുന്നതും കൂടുതൽ അവിയലാണ്. ബാക്കി കറിയൊക്കെ ചെറിയ കൊടുക്കും. അപ്പൊ അവിയൽ എല്ലാവരും രണ്ടാമതും ചോദിച്ചു വാങ്ങിച്ചതിന് സദ്യയുടെ അവിയലിന്റെ പ്രത്യേക രുചിയാണ്. നമ്മളതുപോലെ വെച്ചാൽ പറ്റൂല. നമ്മൾ എങ്ങനെ അവിയൽ വെച്ചാലും സദ്യക്ക് അവിയൽ വെക്കുന്നാലും പറ്റൂല. അപ്പൊ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു അവിയലാണ്. ഈ അവിയലിന് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഞാൻ പറയാം. ചേനയുണ്ട്, ഒരു ചെറിയ കാച്ചിലുണ്ട്, 2 കഷ്ണം ചേമ്പ്, 2 മുരിങ്ങ. ഇത്രയും സാധനം നമ്മുടെ വീട്ടിലേതാണ്. ഇത്രയും സാധനം നമ്മൾ പൈസ എടുത്ത് കൊടുത്ത് മേടിച്ചല്ല. പിന്നെ നമ്മൾ മേടിച്ച കുമ്പളങ്ങ വാങ്ങിച്ചു, വെള്ളരിക്ക വാങ്ങിച്ചു, ക്യാരറ്റ് വാങ്ങിച്ചു, പിന്നെ കുറച്ച് പയറൊക്കെ വാടി തുടങ്ങി കേട്ടോ. ഈ ഭയങ്കര വെയിലല്ലേ, ഇന്നലെ നല്ല പച്ചയായിരുന്നു. അപ്പൊ കയ്യിൽ കിട്ടുന്ന എന്ത് പച്ചക്കറികളാണെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അവിയൽ ഉണ്ടാക്കാം. പിന്നെ മറ്റൊന്ന്, അവിയലിന് പല രീതിയിലും അവിയലുണ്ട് അല്ലെ. ചില അവിയൽ നമ്മൾ സദ്യക്ക് കഴിക്കുന്ന അവിയൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഉലർന്നിരിക്കുന്ന അവിയല്. പിന്നെ വീടുകളിൽ നമ്മൾ പല ടൈപ്പില് ഇച്ചിരി ചെറിയൊരു ഗ്രേവി ടൈപ്പ് അല്ലെ, ഒരു നനവുള്ള കുഴമ്പം പോലത്തെ അവിയലുണ്ട്. ഓരോന്നിനും സത്യത്തില് ഓരോ രുചിയാണ് അല്ലെ. പിന്നെ മാങ്ങ ചേർക്കുന്ന അവിയലുണ്ട്, തൈര് ചേർക്കുന്ന അവിയലുണ്ട്, അവിയലുണ്ട് മിക്കവാറും അല്ലെ. ഈ അവിയലിന് കുറെ കഷ്ണങ്ങൾ നമ്മൾ ചേർക്കാത്തതുണ്ട്. നമ്മൾ ബീട്രൂട്ട് അവിയലിന് ചേർക്കില്ല. ബീട്രൂട്ട് ശകലം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് അരച്ച് തന്നിട്ടൊന്നും കാണത്തില്ല. ഇന്ത്യൻ കോഫി ഹൗസിലെ കറി പോലെ അതിന്റെ കളർ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ കുറെ പയറും അതും ഇതും ഒക്കെ ഉണ്ട് അവിയലിന്. അപ്പൊ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ കൂടെ പിന്നെ നമ്മൾ ഇടാത്ത കഷ്ണങ്ങൾ ഉരുളക്കിഴങ്ങും സബോളയും നമ്മൾ ഈ അവിയലിനകത്ത് ഇടാറില്ല. അപ്പൊ നമ്മളിതെല്ലാം ഒന്ന് ചെത്തി എല്ലാം വെള്ളത്തിനകത്ത് ഇടുവാണ്. വെള്ളത്തിനകത്ത് നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കും. 2-3 വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്തിട്ട് പിന്നെ ഇത് കഷ്ണമാക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെത്തി പറക്കി നല്ലതെല്ലാം എടുത്തിട്ട് കുറെ കേടുകളുടെ സാധനങ്ങളൊക്കെ കാണും ഇതിനകത്ത്, അതൊക്കെ ഒഴിവാക്കി നമുക്ക് വെള്ളത്തിലോട്ട് ഇടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗുണമുള്ള സാധനം. പല പച്ചക്കറികളാണ്. ആ പുസ്തകത്തിലൊക്കെയാണ് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ, പോഷക സമൃദ്ധമായ ആഹാരത്തെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഉണ്ട് അവിയല്. കാരണം എല്ലാ തരം പച്ചക്കറികളുടെയും ഗുണങ്ങള് കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ആഹാര പദാർത്ഥം കൂടിയാണ് അവിയല്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒരുക്കി പിറക്കി ആദ്യം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വാരി എടുത്തതിന് ശേഷം നമുക്കിത് അവിയലിന്റെ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം അല്ലെ. അപ്പൊ നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ ചെത്തി നല്ല വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്ന് വേവിച്ചിട്ടുണ്ടെന്ന് വെള്ളം അവൻ തന്നെയാ കഴുകിയതൊക്കെ. കൊട്ടയ്ക്കകത്ത് വാരി ഇവിടെ കൊണ്ടുവച്ച് വെള്ളം തുറന്നപ്പോ അവൻ പറഞ്ഞു നമുക്ക് ഇതൊന്ന് പറക്കി പ്രത്യേകം നിരത്തി വെക്കാമെന്ന് പറഞ്ഞാൽ എന്തെല്ലാം എത്ര കഷ്ണങ്ങളുണ്ടെന്ന് അറിയാൻ. അപ്പൊ അതെ ഞാൻ നിങ്ങളോട് പറയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവിയലിന് എന്ത് കഷ്ണമാണെങ്കിലും കുഴപ്പമില്ല, അവിയലിൽ ചേരാത്തായിട്ട് ഒന്നുമില്ല അല്ലെ. ഈവൻ ചക്കയാണെങ്കിൽ പോലും അതിലൊക്കെ ഏറ്റവും നല്ല ചക്കയുടെ ചുളയോട് കൂടി മടല് ചെത്തി. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അവിയൽ വെക്കുന്നത് കേട്ടോ. എന്റെ ഒക്കെ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ എല്ലായിടത്തും അവിയൽ വെക്കുന്നത് ചക്കയവിയൽ. അത് നല്ലതാണ് കൂട്ടാന്. ഈ ചക്കയുടെ മടല് ചുളയോട് കൂടി പൂളി എടുത്തതും ചക്കച്ചുളയും ചക്കക്കുരുവും പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും 2 പച്ചമുളകും അത് ഇതും ഒക്കെ ഇട്ടിട്ട് അവിയൽ വെച്ചാലുണ്ടല്ലോ, ഇച്ചിരി മാങ്ങയൊക്കെ ഇട്ട് അവിയൽ വെച്ചാൽ നല്ല രുചി. പണ്ടൊക്കെ അങ്ങനെ എല്ലാ വീട്ടിലും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിയലിൽ ചേരാത്തായിട്ട് ഒന്നുമില്ല. നമുക്ക് എന്തൊക്കെ കഷ്ണങ്ങളാണോ ഉള്ളത് അതൊക്കെ കൂടി ഇട്ട് നമുക്ക് അവിയൽ വെക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തേക്കണ കഷ്ണങ്ങൾ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഉണ്ടായിരുന്ന കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഒഴിവാക്കിയ കഷ്ണം ഉരുളക്കിഴങ്ങ് സബോളയാണ് ഒഴിവാക്കിയത്. കാരണം ഉരുളക്കിഴങ്ങിന് സബോളയ്ക്ക് അവിയൽ വരുമ്പോ വേറൊരു ചൊവയുണ്ട്, അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അത് 2 ഒഴിവാക്കിയത്. ബാക്കി നമുക്ക് എന്ത് കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ ഒഴിവാക്കി ഒന്ന് തക്കാളിയാണ് നമ്മൾ എടുക്കാത്ത. പിന്നെ ബീട്രൂട്ട് ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ഒഴിവാക്കി കാരണം അതിന്റെ കളർ കൊണ്ട് അത് അവിയലിന് ഓക്കെ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതും എടുത്തിട്ടില്ല. ബാക്കി എന്ത് കഷ്ണങ്ങളും നമുക്ക് അവിയലിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അവിയലിന് എടുത്ത കഷ്ണങ്ങളൊന്ന് പറയാൻ നമ്മളത് പയറുണ്ട് കേട്ടോ. പയറുണ്ട്, വള്ളിപ്പയർ വേണം. നമ്മുടെ മറ്റേ പയർ കൊള്ളുമില്ല, പൊളിച്ചെടുക്കുന്ന പയറല്ലേ. പയർ വേണ്ട. നമ്മളിത് പിന്നെ കോവയ്ക്കായുണ്ട്, 5-6 കോവയ്ക്കുണ്ട്. ഇത് നമ്മുടെ കുമ്പളങ്ങായും വെള്ളരിക്കായും ഒന്നിച്ച് ചെത്തി കഴിക്കുന്നതാണ്. ഇത് ഏത്തയ്ക്ക, പച്ചമുളക്, വഴുതനങ്ങയായിരുന്നു വേണ്ടുന്നത്. പക്ഷെ വഴുതനങ്ങ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മള് 2 കത്രിക്കായാണ്. പിന്നെ ക്യാരറ്റ് ഉണ്ട്, ഒരു 2 കഷ്ണം ചേമ്പും, ഒരു കുഞ്ഞു കാച്ചില് ചേമ്പും കാച്ചിലും ഉണ്ടെങ്കിൽ ഇടാം. പിന്നെ നമ്മൾ വള്ളിപ്പയറാണിത്. പിന്നെ ചേന, മുരിങ്ങക്കായ. ചേനയൊക്കെ നമ്മുടെ സ്വന്തം. ഇതിന്റെ അകത്ത് ഈ കാച്ചില്, ചേമ്പ്,
ചേന, മുരിങ്ങക്കോല്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ, അതുപോലെ വഴുതന, ഇത് കത്തിരിക്കയൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായതായതുകൊണ്ടാണ് നമ്മൾ അതെല്ലാം ഇട്ടേക്കണത്. നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഉരുളിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മളിപ്പോ ഇതിന്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അരിഞ്ഞിടാനായിട്ട് ഓരോ കഷ്ണങ്ങളും അരിഞ്ഞിടേണ്ടത് ആദ്യം അരിഞ്ഞിടേണ്ട ചില കഷ്ണങ്ങളുണ്ട്. കാരണം വേവ് അനുസരിച്ചാണ് കഷ്ണങ്ങൾ അരിയണേ. അപ്പൊ ആദ്യം അരിയണ ഏതാണ്? ചേന അല്ലെ. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഈ കട്ടിങ് പൊടി സാധനം എടുത്ത് മാറ്റാതെ നമ്മ കയ്യിലാണോ അരിയുന്നത്? ഞാൻ കയ്യിലരിയാ, നീ അതും കൂടെ കരിയുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അപ്പൊ ഒന്ന് നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി ഞാനോടെ കൂടി അരിഞ്ഞ് നമുക്ക് സെറ്റപ്പ് ആക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ അരിയുന്നത്. ചേന ഏറ്റവും കനം കുറച്ച് അരിയണം ആണല്ലേ. ചേനക്ക് വേവ് കൂടുതലല്ലയോ, അതുകൊണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ അരിയണം ചേന. നമ്മുടെ ചേന അങ്ങനെ നമ്മളിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് ചേന അരിഞ്ഞിട്ടുള്ളത്. അപ്പൊ ചേന അരിഞ്ഞ് ഇട്ടതിന് ശേഷം അടുത്തത് അരിയാൻ പോകുന്നത് ഏത്തക്ക അരിയുന്നത്. ഏത്തക്ക അരിയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഏത്തക്ക അരിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ കീറും. ഒരു ഫുൾ ഏത്തക്ക അല്ലെ, ഒരു മുറി, എന്നിട്ട് കുറുകെ അരിയണം അല്ലെ. അപ്പൊ നമ്മളിത് നമ്മുടെ ഏത്തക്ക നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. അടുത്തത് ക്യാരറ്റ് ആണ് അരിയുന്നത്. ക്യാരറ്റ് നമ്മൾ ഇച്ചിരി കനം കുറച്ചായിരിക്കുന്നത്. ക്യാരറ്റിന് വേവ് കൂടുതലുണ്ടല്ലോ, അത് കലങ്ങി പോകില്ല. അപ്പൊ നമ്മൾ ഇച്ചിരി കനം കുറച്ച്, മറ്റു കഷ്ണത്തെക്കാളും നീളം കറക്റ്റ് ആയിരിക്കണം. പക്ഷേ കനം കുറഞ്ഞാണ് അരിയുന്നത് അല്ലെ. കണ്ടോ, ഈ കനം ഇച്ചിരി കുറച്ചിട്ടാണ് ക്യാരറ്റ് അരിഞ്ഞത്. അപ്പൊ നമ്മുടെ ക്യാരറ്റും അതോടൊപ്പം തന്നെ ഏത്തക്കായും നമ്മൾ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് വാരിയിടുവാണ്. അത് ചേനയുടെ മുകളിലായിട്ടാണ് അത് രണ്ടും ഇടുന്നത് അല്ലെ. അപ്പൊ ബാക്കി കഷ്ണങ്ങളൊക്കെ നമുക്ക് അതിനൊക്കെ വേവ് കുറവാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ഒരേ വേവാണ്. നമുക്ക് അത് ഒന്നിച്ച് തന്നെ അരി എല്ലാം കൂടെ അതിന് വാരി ഇടാം. കത്രിക ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അതിന്റെ അരി അങ്ങ് മാറ്റി എടുത്ത് കളഞ്ഞ് കാമ്പ് എടുത്തിട്ടില്ല അല്ലെ. കത്തിരിക്കയുടെ കാമ്പ് എടുത്തിട്ടില്ല. പക്ഷെ കത്തിരിക്കാനേക്കാൾ എനിക്കിഷ്ടം വഴുതനങ്ങ തന്നെയായിരുന്നു. സാധാരണ വഴുതനങ്ങയാണ് അവിയലിന് പ്രധാനപ്പെട്ട ഒരു ചേരുവ, വഴുതനങ്ങയാണ്. പക്ഷെ വഴുതനങ്ങ ഇപ്പൊ ഉണക്കായോണ്ടായിരിക്കും വഴുതനങ്ങ കുറവാ. മുരിങ്ങക്കോല് നമ്മളിത് ഇങ്ങനെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മുറിച്ചു വെച്ചു. ഇനി ഇത് നടുവ് ഒന്ന് കീറിയാൽ മതി അല്ലെ. ഇവിടെ കുമ്പളങ്ങ, വെള്ളരിക്ക, കത്തിരിക്ക ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പരിണമ കാച്ചില് അല്ലെ. കാച്ചിലൊക്കെ നമുക്കിപ്പോ ഉള്ളത് കൊണ്ട് നമ്മൾ അവിയലിനങ്ങ് ചെയ്യണം. ഇതൊരു നാടൻ അവിയലാണ് കേട്ടോ. കാരണം വെള്ളം പറ്റിയ ഇത് ഈ അവിയലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് അമ്മ എപ്പോഴും ഇവിടെ ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ സദ്യ സ്റ്റൈലിൽ കാണുന്ന ഒരു അവിയലിന്റെ പോലെ അല്ല ഇത്. ഇത് നമ്മൾ വീട്ടിലെപ്പോഴും അമ്മ നമ്മുടെ പറമ്പിലുള്ള പച്ചക്കറികളെല്ലാം കൂടെ പറിച്ച് ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറുള്ള കാച്ചിലും ചേമ്പും ഒക്കെ ഇട്ട്. അപ്പൊ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്, ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്, ഒരു നല്ല സുഖം നമുക്ക് കഴിക്കാനായിട്ട്. നമുക്ക് ഇങ്ങനെ വൈകുന്നേരം കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ടാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ് ഈ സാധനം. ഇത് ചേമ്പ് അല്ലെ. സാധാരണ മറ്റേ സദ്യ അവിയലൊന്നും ആൾക്കാർ ചേമ്പൊന്നും അങ്ങനെ ഇടാറില്ല അല്ലെ. അത് പച്ചക്കറി സദ്യക്ക് വിടും അല്ലെ. ഇവിടെ ഒന്നും ഇവിടെ ചേമ്പും കാച്ചിലൊന്നും ഇടത്തില്ല അവിയലിന്. അതിനാ ഇങ്ങനെ കുഴഞ്ചും പോകുന്നുള്ളതുകൊണ്ടായിരിക്കും ചേമ്പും കാച്ചിലൊക്കെ ഇടാത്തത് അല്ലെ. അതിന് വേറൊരു ടേസ്റ്റ്. അതാ ഞാൻ പറഞ്ഞ, നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്ന അവിയലിന് വേറൊരു ടേസ്റ്റ് ആണ് അവിയലിന്. കോവയ്ക്കായ, കാച്ചില്, ചേമ്പ് ഒക്കെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇപ്പൊ അരിഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ പച്ചമുളക്. ഇത് ഇങ്ങനെ കീറിയാട്ടോ ഇടുന്നത്. ഇങ്ങനെ ഒന്ന് വട്ടത്തിലൊന്ന് കൂണിച്ചൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഇടുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പയറ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പയറ് നമ്മൾ ഈ ഒരു കഷ്ണത്തിന്റെ കൂടെ നമ്മൾ പയറിടത്തില്ല. പയറ് നമ്മൾ ഒടിച്ച് അതിന്റെ ആ ഒരു അളവിന് അല്ലെ, ഈ കഷ്ണങ്ങൾ അരിഞ്ഞിരിക്കുന്ന നീളത്തിന് നമ്മൾ മുറിച്ച് വെക്കത്തുള്ളൂ. പിന്നീടാണ് നമ്മൾ പയറ് ചേർക്കുന്നത്. അന്നേരമാണ് പയറിടുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇനി നമുക്ക് നേരെ ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം അല്ലേ. മുരിങ്ങയ്ക്ക നല്ല മൂത്ത കായ കാണിച്ച് അവിയലിന്റെ ഒരു പ്രധാന സാധനമാണ് മുരിങ്ങക്കോല് അല്ലെ. അവിയൽ ഉണ്ടാക്കിയ മുരിങ്ങക്കോല് വേണം, മസ്റ്റ് ആണ് മുരിങ്ങക്കോല്. നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തതിലെ കുറച്ച് ക്ലിപ്പുകൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ട്, അപ്പൊ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കിയത്. ഇതിന്റെ അകത്ത് നമ്മൾ 2 ഇല വെച്ച് മൂടിയിട്ടുണ്ട് കഷ്ണങ്ങൾ. അപ്പൊ ഈ കഷ്ണത്തിന്റെ അകത്ത് നമ്മൾ ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയും 1 സ്പൂൺ സാദാ മുളക് പൊടിയും അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പൊ നമ്മള് കഷ്ണങ്ങളൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരയ്ക്കാനൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ജീരകവും ഉണ്ട്, ചുമന്നുള്ളിയുണ്ട്. ചുമന്നുള്ളി നന്നായിട്ടുണ്ട്. ചുമന്നുള്ളി നന്നായിട്ട് ചേർക്കണം അവിയലെങ്കിൽ രുചി വരുള്ളൂ. ജീരകവും കൂടെ ഇത് അരയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി നമുക്ക് അരയ്ക്കണ സമയത്ത് നമുക്ക് കാണിക്കാം കല്ലിൽ എങ്ങനെയാണ് അരയ്ക്കുന്നത് എന്നുള്ളത് അല്ലെ.
പിന്നെ നമ്മൾ പയറും ഇതുവരെ ഇട്ടിട്ടില്ല. പയറും മാങ്ങായും നമ്മൾ ഇട്ടിട്ടില്ല. അത് നമ്മൾ ഈ അരപ്പിടുമ്പോൾ ഈ പയറും മാങ്ങായും കൂടെ അതിന്റെ കൂടെ ഇടും. ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ അടച്ചു വെക്കും. അപ്പൊ നമുക്ക് അപ്പൊ അരച്ചോണ്ട് വരാം. അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ അരയ്ക്കാനായിട്ട് പോകാം അല്ലെ. അരയ്ക്കാൻ നമ്മൾ ആദ്യം ഇട്ട് നമ്മുടെ ജീരകം അല്ലെ. ജീരകത്തിന് ഇത്തിരി അരവുണ്ട്, അരക്കണം. അത് ജീരകം നന്നായിട്ട് അരക്കണമേ. അപ്പൊ ഈ അവിയലിനൊക്കെ അരയ്ക്കുമ്പോ എപ്പോഴും നമ്മൾ കല്ലിൽ തന്നെ അരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെ. എല്ലാത്തിനും കല്ലിൽ അരക്കുന്ന. അല്ല, മിക്സിയിൽ അരയ്ക്കുമ്പോ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കാനൊന്നും പറ്റത്തില്ല അല്ലെ. അപ്പൊ ഇത് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു അവിയലാണ് കേട്ടോ കാണിക്കുന്നത്. അമ്മയുടെ പറയുന്നത് അമ്മയുടെ ഒക്കെ അവിടെ പണ്ട് സദ്യക്കും ഇതുപോലെ തന്നെയായിരുന്നു അവിയൽ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സദ്യയുടെ അവിയൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, അത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് പിന്നെ കാണിക്കാം. ഇനി എന്നാ ചേർക്കുന്നത്? തേങ്ങ ചേർക്കും അല്ലെ. തേങ്ങ അരക്കരുത് അല്ലെ, ചതച്ചെടുക്കണം, ഒതുക്കിയെടുക്കുകയാണ് തേങ്ങ അല്ലെ. അപ്പൊ കല്ലിൽ അരയ്ക്കാന്ന് ഇതൊരു ബുദ്ധിമുട്ടുള്ള അരപ്പൊന്നും അല്ല. ഈ കപ്പയുടെയും ചക്കയുടെയും അവിയലിന്റെയും ഒക്കെ അരപ്പല്ലേ, ഇതിനൊക്കെ. കാരണം അതൊക്കെ ഒതുക്കി എടുത്താൽ മതി. എനിക്ക് വരെ അരയ്ക്കാൻ പറ്റും അതൊക്കെ. അത് ഭയങ്കര പാടാ. അത് മിക്സിയിൽ കല്യാണത്തിനൊക്കെ സദ്യക്കൊക്കെ തേങ്ങ എന്തോരം കരകല്ല് കൊണ്ടിട്ട് വെള്ളം തൊടാതെ തേങ്ങ അരക്കണം. അമ്മയൊക്കെ അരച്ചിട്ടുണ്ടോ? തേങ്ങക്കാരി വന്നിട്ട് ഇങ്ങനെ നോക്കും തേങ്ങ അരഞ്ഞോന്ന്. അരച്ചിട്ട് ഒരു ഒന്നുകൂടെ അരയ്ക്കാൻ പറയും. ഇപ്പൊ മിക്സിയിലും മിഷത്തിനകത്തൊക്കെ അരച്ച്. പണ്ട് കാലത്തൊക്കെ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മൾ തന്നെ അരയ്ക്കുന്നത്. വീട്ടില് സദ്യയാണെങ്കിൽ നമ്മൾ അയലോക്കത്തെ സദ്യ ആണെങ്കിലും നമ്മളെല്ലാരും പോകും, ദേവത്തിന് പോയി എല്ലാരും കൂടെ കൂടി ചെയ്യുക. അപ്പൊ അവരിങ്ങനെ ഒന്ന് കല്ലിലൊന്ന് നോക്കും അരയ്ക്കുന്നത്. അരകല്ലൊക്കെ എല്ലാ വീട്ടിൽ നിന്ന് 5-8 അരകല്ല് എടുത്തോണ്ട് വരും. അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരും. അപ്പൊ നമ്മൾ ചുമന്നുള്ളിയുടെ ചതയ്ക്കാൻ പോവാണ്. ചുവന്നുള്ളി അരയ്ക്കുവല്ല, ചതയ്ക്കുക. അപ്പൊ ഓരോ കറിയുടെയും ടേസ്റ്റിന് അതിന്റെ അരപ്പിലും കഷ്ണങ്ങളുടെ വലിപ്പത്തിലും അരിയുന്ന രീതിക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ പ്രാധാന്യമുണ്ട്. അതാണ് ഓരോ കറിയുടെയും ടേസ്റ്റ് നിലനിർത്തുന്നത് അല്ലെ. ഒരുപക്ഷെ നമ്മൾ മിക്സിയിൽ അരച്ച് ചെയ്തല്ലാതെ ഒന്നിച്ചൊരൊറ്റ അടി അടിച്ചിങ്ങി എടുത്തു കഴിയുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ലെന്ന് നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ പറയുന്നതിന്റെ കാരണം ശരിക്കും പറഞ്ഞ എനിക്ക് നേരത്തെ മിക്സി ഞാൻ ഒന്നിനും അരയ്ക്കൂലായിരുന്നു. നിങ്ങളവിടെ ചോദിക്കില്ലേ മിക്സി എന്തിനാ കണി കാണാൻ വെച്ചേക്കോ? ഞാൻ അരി മാത്രമേ അരയ്ക്കുള്ളായിരുന്നു. അരി ഞാൻ ആട്ടുകല്ലായിരുന്നു അരച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ആട്ടുകല്ലൊന്നും അരയ്ക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, ആട്ടുകല്ലൊക്കെ അരി ഒന്ന് അരച്ചത് ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കി അതിന്റെ പ്രത്യേക രുചിയാ. അപ്പൊ നോക്കിയാൽ നമ്മുടെ ഉള്ളി അങ്ങനെ നമ്മൾ ചതച്ച് കഴിഞ്ഞു അല്ലെ. ഈ ഒരു ചതപ്പ് മതിയില്ലമ്മേ? അത് മതി. അപ്പൊ ജീരകവും തേങ്ങായും ഉള്ളി അങ്ങനെ ചതച്ചു. ചിലർ ഇതിലൂടെ പച്ചമുളക് കൂടെ ചതക്കും. മുളക് പൊടി ചേർക്കത്തില്ല. അപ്പൊ മുളക് പൊടി ചേർക്കാതെയാണ് നിങ്ങൾ അവിയൽ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒപ്പം കുറച്ച് പച്ചമുളക് ചതച്ചും കൂടെ ചേർത്താൽ മതി അല്ലേ. അപ്പൊ ഈ ജീരകവും ഉള്ളി എല്ലാം കൂടെ അരച്ച് തേങ്ങായും നമ്മൾ ഒന്നിച്ച് കൂട്ടി വീണ്ടും ഒന്നും കൂടെ കൂട്ടി ചതച്ചല്ലേ ഒതുക്കി കണ്ടോ. നമ്മുടെ അരകല്ല് ചെറുതായതുകൊണ്ട് അത് ഇരിക്കാൻ ഇച്ചിരി പാടാ. അപ്പൊ ആദ്യം മൂന്നായിട്ട് അരച്ചു, അതിനുശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കണ്ടോ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് അങ്ങനെ നമ്മുടെ അരപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരപ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പയറും മാങ്ങയും കൂടെ ശരിയാക്കാൻ പോവാ. പയർ തരണം അവിയലിന്റെ കഷ്ണത്തിന് നിങ്ങൾക്ക് തന്നെ പയർ ഒടിക്കണം. ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി അല്ലേ. ഈ ഒരു വലിപ്പത്തിലല്ലേ. അപ്പൊ മാങ്ങായും നമ്മൾ ഈ രൂപത്തിലാണ് അരിയുന്നത്, ഈ നീളത്തിലരിയുന്നത്. അവിയലിന്റെ കഷ്ണം പോലെ തന്നെയാണ് മാങ്ങ അരിയുന്നത്. ഇത് ഇനി ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞാൽ മതി. ഇതിനൊന്നുകൂടെ നടുവൊന്നും വേണ്ട അല്ലെ. ഈ ഒരു വലിപ്പത്തിൽ അങ്ങ് അരിഞ്ഞരിയാൻ കിട്ടാൽ മതി അല്ലേ. അപ്പൊ നമ്മുടെ മാങ്ങായും പയറും അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്, അരപ്പും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് അടപ്പിന്റെ മൂടി എടുത്ത് നോക്കാം. അതിന് ആവിയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അതിന്റെ മൂടിയൊക്കെ നമുക്ക് ഇപ്പൊ എടുത്ത് നോക്കാം. ചൂടില്ലമ്മേ? അപ്പൊ നമ്മുടെ ഇലയൊക്കെ വെച്ച് നന്നായിട്ട് ഒരു പ്രഷർ കുക്കർ സ്റ്റൈലിലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അമ്മ അതിൻ്റെ അത് വെള്ളമൊക്കെ ഉണ്ടെന്ന് സൈഡിൽ കൂടെ മാറി നോക്കണം കണ്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മുടെ കഷ്ണത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയില്ലേ. വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങി നമുക്ക് അരപ്പും ആ പയറും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് വീണ്ടും വേവിക്കണം അല്ലെ. അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഇത് ഇളക്കത്തൊന്നുമില്ല, കൂട്ടി ഇളക്കത്തൊന്നുമില്ല അല്ലെ. അങ്ങനെ തന്നെ കിടക്കും. നമ്മുടെ ചേനയാണ് ഏറ്റവും അടിയിൽ കിടക്കുന്നത്, അതിന്റെ മുകളിൽ വാഴയ്ക്ക. അപ്പൊ നമ്മൾ ഈ പയറും മാങ്ങായും കൂടെ അതിന്റെ മുകളിൽ ഇടുവാണ്. ഓക്കെ. അപ്പൊ അരച്ചതും കൂടെ നമ്മൾ അങ്ങ് തേങ്ങ ചതച്ചും കൂടെ അങ്ങ് ഇടുവാണ്. തേങ്ങയും ഉള്ളിയും ജീരകവും കൂടെ ചതച്ചതും കൂടെ നമ്മൾ ഇട്ടത് മൂടി വെച്ചതാണ്. അതിനൊന്ന് പാക്ക് ചെയ്ത് കഴിച്ചിട്ട് കണ്ടില്ലേ.
അപ്പൊ കഷ്ണം ഒന്നും കാണാനില്ല. കഷ്ണം ഒന്നും കാണാത്ത രീതിയിലേക്ക് നമ്മൾ അതിനെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വേണം. ഇനി വീണ്ടും ഇല വെച്ച് അടയ്ക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം അവിയലിന്. കാരണം അവിയലിലെ കഷ്ണത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. നമ്മൾ അടച്ചു, വീണ്ടും അടച്ചു. നമ്മുടെ ഇല വെച്ച് ചട്ടി വെച്ചു അടച്ചു. ഇനി വീണ്ടും ഇത് ഇരിക്കട്ടെ. ഇപ്പൊ ചെറുതീയിലാണോ ഇരിക്കേണ്ടത് അതോ സിമ്മിലല്ല, അതിന്റെ സിമ്മിന്റെ നടുക്കായിട്ട് അല്ലേ, ഒരു മീഡിയത്തിൽ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ വേവിക്കുന്നത്. അല്ലെ പെട്ടെന്ന് വെള്ളം പറ്റിപ്പോ കരിയും അല്ലെ. അപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വീണ്ടും നമ്മളെല്ലാം ഇട്ടിട്ട് അതിന്റെ കൂട്ടുകൾ മൊത്തം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനിയുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചേർക്കാനുണ്ട്. തുറക്കുമ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പൊ നട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് മൂടി പൊത്തി വെച്ചിട്ടുണ്ട്. ചെറുതീയലായി ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് പതുക്കെ ഇരുന്ന് വേവട്ടെ. അപ്പൊ നമുക്കൊന്ന് പൊക്കി നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന്. തിളക്കണതിന്റെ ശബ്ദം കേക്കാട്ടോ. അവിയൽ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയേക്കുവാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മളിത് വെളിച്ചെണ്ണയാണ് ഇതിന്റെ അകത്ത് ഒഴിക്കുന്നത്. പച്ച വെളിച്ചെണ്ണ. അവിയലിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പച്ച വെളിച്ചെണ്ണ അല്ലെ. അപ്പൊ നമുക്കൊന്ന് പയ്യെ ഇളക്കാം. ഓക്കെ. ഇനി ഇത് ഇളക്കി കൂട്ടിയെടുക്കുകയാണ് അല്ലെ. തവിക്കണക്ക് ഇളക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അതായത് അടിഭാഗം കൊണ്ട് ഇളക്കണം, അതിന്റെ കൊട കൊണ്ട് ഇളക്കരുത് തവിയുടെ. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇളക്കി കൂട്ടിയെടുക്കുവാണ് അവിയല്. ഇത് കണ്ടോ, വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അവിയൽ ഉണ്ടാക്കാനുള്ളത്. ഇത് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അവിയലാണ്. ഞങ്ങളുടെ ഇവിടുത്തെ സദ്യയുടെ അവിയൽ ഇങ്ങനെയല്ല കേട്ടോ ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റൈലേ അല്ല അവിയലിന്. അതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം, ഉണങ്ങി. സദ്യയുടെ നമ്മുടെ ഇവിടുത്തെ സദ്യയുടെ അവിയൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന പോലത്തെ അവിയലാണ്. പക്ഷെ എങ്കിൽ അത് കഴിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കറിയൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ണാനും ഇനി ഇത് വെറുതെ 4 മണിക്ക് കഴിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു അവിയൽ റെസിപ്പിയാണിത്. അമ്മയുടെ ഒക്കെ നാട്ടില് പണ്ട് കാലത്ത് സദ്യക്കൊക്കെ, പണ്ട് ഇപ്പോഴത്തെ കാര്യം അമ്മയ്ക്ക് അറിയത്തില്ല അല്ലേ, 45 കൊല്ലത്തിന് മുമ്പുള്ള ആ സമയത്തൊക്കെ ഇങ്ങനെയാണ്. ഇതാണ് സദ്യ സ്റ്റൈൽ അവിയൽ അവിടുത്തെ. അമ്മയുടെ ഒക്കെ അവിടുത്തെ സദ്യക്കും ഇങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കണേ. കണ്ടോ, ഈ ഒരു പരുവത്തിലിരിക്കും. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് അവിയൽ ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും അവിയൽ. അപ്പൊ ഇതൊരു സ്പെഷ്യൽ അവിയലാണ്. ഇതിൽ എന്ത് കഷ്ണവും ഇതിന്റെ അകത്ത് കൂടെ പോകും. വെണ്ടയ്ക്കൊന്നും പോകത്തില്ല, തക്കാളിയും പോകത്തില്ല. ബാക്കി കഷ്ണങ്ങൾ എന്തും ഇതിന്റെ കൂടെ. അവിയലിന് പറ്റിയ കഷ്ണങ്ങളൊക്കെ ഇടാം. ഒരു കഷ്ണം ഇല്ലാന്ന് വിചാരിച്ച അവിയൽ ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യവും ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അവിയൽ ഇളക്കിയതിന് ശേഷം നമ്മളൊപ്പം കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്. കണ്ടില്ലേ, ഇത് ഈ ഒരു പരുവത്തിലിരിക്കും അവിയല്. ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ നാട്ടിലെ സദ്യ അവിയൽ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കുന്നത് ഈ രീതിയിലുള്ള അവിയലാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. വേറെ ഒരു കറിയും വേണ്ട അല്ലെ, ഒരു കറിയും വേണ്ട, ഈ അവിയൽ മാത്രം മതി. ഇനിയിപ്പോ വൈകുന്നേരം ചായക്ക് 4 മണിക്ക് ഒന്നുമില്ലെങ്കിലും ഈ അവിയലും ഒരു കടിഞ്ചായയും കൂടി ഉണ്ടെങ്കിൽ 4 മണിയുടെ പരിപാടി ഓക്കെയാണ് അല്ലെ. അങ്ങനെ ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ അവിയൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് കമന്റും ചെയ്യണം, ലൈക്കും ചെയ്യണം. ലൈക്കും കമന്റും ഒന്നും നിങ്ങൾ മറക്കരുത്, മടി വിചാരിക്കരുത്. ഒപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക അല്ലെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് അമ്മയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മ ചെയ്യുന്ന ഈ പഴയകാല റെസിപ്പീസും പുതിയ കാല റെസിപ്പിയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാ തരം ഭക്ഷണങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.